വിദേശ വാർത്താരം എന്ന ചാനലിലേക്ക് സ്വാഗതം. കൂടുതൽ വിദേശ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇസ്രായേലിലെ അതീവ രഹസ്യ സ്വഭാവമുള്ള ഡിമോണ ആണവനിലയത്തിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്താ സ്ക്രിപ്റ്റ് താഴെ നൽകുന്നു. ഒരു മിനിറ്റ് മുമ്പ് ലഭിച്ച വിവരമനുസരിച്ച് ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിലെ ഡിമോണ ആണവനിലയത്തിൽ പതിച്ചിരിക്കുന്നു. ടെൽ അവീവോ ജെറുസലേമോ അല്ല, മറിച്ച് നെഗേവ് മരുഭൂമിയിൽ ഇസ്രായേൽ കഴിഞ്ഞ 6 പതിറ്റാണ്ടായി അതീവ രഹസ്യമായി സൂക്ഷിക്കുന്ന ആ ആണവ കേന്ദ്രമാണ് ഇപ്പോൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേൽ തങ്ങളുടെ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കുന്ന, എന്നാൽ ഇന്നുവരെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്ക് പോലും പരിശോധിക്കാൻ അനുമതി നൽകാത്ത ഏറ്റവും തന്ത്രപ്രധാനമായ ഇടമാണിത്. ഡിമോണയുടെ പരിധിക്കുള്ളിൽ ഉണ്ടായ സ്ഫോടനം നെഗേവ് മരുഭൂമിയിലെ പല നഗരങ്ങളിൽ നിന്നും ദൃശ്യമായിരുന്നു. എന്നാൽ ആക്രമണത്തിൽ എന്ത് നാശനഷ്ടങ്ങളാണ് ഉണ്ടായതെന്നോ അവിടെയുള്ള റേഡിയേഷൻ ഭീഷണി എത്രത്തോളമാണെന്നോ ഉള്ള കാര്യത്തിൽ ഇസ്രായേൽ സർക്കാർ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. ഈ നിശബ്ദത ഭയപ്പെടുത്തുന്നതാണ്. സൈനിക പരാജയങ്ങളെക്കുറിച്ച് മുമ്പ് പുലർത്തിയ നിശബ്ദത പോലെയല്ല ഇത്. മറിച്ച് ലോകത്തോട് എന്ത് പറയണം എന്നറിയാത്ത ഒരു ഭരണകൂടത്തിന്റെ നിശബ്ദയാണിത്. ഡിമോണയെ ലക്ഷ്യം വെക്കുക എന്നത് ഇറാൻ ഈ യുദ്ധത്തിൽ ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. ഇസ്രായേലിന്റെ ആണവ കരുത്തിന്റെ അടിത്തറയായാണ് ഈ കേന്ദ്രം അറിയപ്പെടുന്നത്. 1950 അവസാനം ഫ്രഞ്ച് സഹായത്തോടെ നിർമ്മിച്ച ഈ കേന്ദ്രം സമാധാനപരമായ ഗവേഷണങ്ങൾക്കായുള്ളതാണെന്നാണ് ഇസ്രായേൽ ഔദ്യോഗികമായി പറയുന്നത്. എന്നാൽ തങ്ങളുടെ പക്കൽ ആണവായുധമുണ്ടോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കാത്ത ന്യൂക്ലിയർ ആംബഗ്യൂവിറ്റി എന്ന നയമാണ് ഇസ്രായേൽ കാലങ്ങളായി പിന്തുടരുന്നത്. ഇറാന്റെ മിസൈലുകൾ ഈ നയത്തെയും ഇസ്രായേലിന്റെ സുരക്ഷാ വാദങ്ങളെയും തകർത്തിരിക്കുകയാണ്. ഈ ആക്രമണം ഉണ്ടാക്കിയേക്കാവുന്ന ശാരീരികവും പാരിസ്ഥിതികവുമായ പ്രത്യാഘാതങ്ങൾ അതീവ ഗൗരവകരമാണ്. ഒരു ആണവനിലയത്തിൽ സ്ഫോടനം ഉണ്ടാകുമ്പോൾ റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ അന്തരീക്ഷത്തിൽ പടരാൻ സാധ്യതയുണ്ട്. ഡിമോണക്ക് ചുറ്റുമുള്ള ബീർഷെബ പോലുള്ള നഗരങ്ങളിലെ ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനോ വീടുകൾക്കുള്ളിൽ തന്നെ ഇരിക്കാനോ ഉള്ള നിർദ്ദേശം പോലും ഇതുവരെ നൽകിയിട്ടില്ല. ടെൽ അവീവ് ആക്രമിക്കപ്പെട്ടപ്പോൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെട്ടതുപോലെ ഇവിടെയും ജനങ്ങളുടെ സുരക്ഷയേക്കാൾ രാഷ്ട്രീയ നിലനിൽപ്പിന് സർക്കാർ മുൻഗണന നൽകുന്നോ എന്ന ചോദ്യമുയരുന്നു. ഭൗമരാഷ്ട്രീയ തലത്തിൽ നോക്കിയാൽ ഡിമോണയിൽ മിസൈൽ എത്തിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ചെലവേറിയതും അത്യാധുനികവുമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിലവിലുള്ള ഡിമോണയിൽ പോലും ഇറാന്റെ മിസൈലുകൾ പതിച്ചു എന്നത് ഗൗരവകരമായ കാര്യമാണ്. ഇത് ഇസ്രായേലിന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് ആണവ കേന്ദ്രങ്ങളുള്ള ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും സുരക്ഷാ കണക്കുകൂട്ടലുകളെ ഇത് മാറ്റിവരയ്ക്കും. ഇതൊരു അപ്രതീക്ഷിത ആക്രമണമല്ല, മറിച്ച് ഇറാൻ നേരത്തെ ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയുടെ അവസാന ഘട്ടമാണെന്ന് വേണം കരുതാൻ. റഡാറുകൾ തകർക്കുകയും പ്രതിരോധ മിസൈലുകൾ തീർക്കുകയും ചെയ്ത ശേഷം ഇസ്രായേലിന്റെ ഏറ്റവും സുരക്ഷിതമായ കേന്ദ്രത്തെ തന്നെ അവർ ലക്ഷ്യം വെച്ചു. വാഷിംഗ്ടണിലെ വൈറ്റ് ഹൗസ് സിറ്റുവേഷൻ റൂമിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ ഈ സംഘർഷത്തിന്റെ ഭാവി തീരുമാനിക്കും. ഇറാൻ അടുത്തതായി എന്ത് ചെയ്യും എന്ന ചോദ്യമാണ് ഇപ്പോൾ ലോകത്തെ മുൾമുനയിൽ നിർത്തുന്നത്. ടെൽ അവീവ്, ജെറുസലേം, ഇപ്പോൾ ഡിമോണ. ഇറാന്റെ ആക്രമണങ്ങളുടെ തീവ്രത കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഘർഷം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആർക്കും പറയാനാകാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ. കൂടുതൽ വിദേശ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.